ഗൗരിയുടെ സംസാരത്തിലെ ക്ലാരിറ്റി, ഗൗരിയുടെ രാഷ്ട്രീയത്തിൻ്റെ ക്ലാരിറ്റി, അത് പാട്ടിലും വരികളിലും സംസാരത്തിലും ഒക്കെയുണ്ട്. ആ ക്ലാരിറ്റി ഉള്ള ആ ഒരു ചെറുപ്പക്കാരി ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരുപക്ഷെ ആ കഥകളി പദമായ അജിതാഹരെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്വാദകരിലേക്ക് എത്താൻ, കൂടുതൽ കേൾവിക്കാരിലേക്ക് എത്താൻ, കൂടുതൽ യുവാക്കളിലേക്ക് എത്താൻ ഇപ്പോൾ ഗൗരിയുടെ അവതരണം കൊണ്ടായിട്ടുണ്ട്. എത്ര പേരാണ് അത് മൂളുന്നത്, എത്ര പേരാണ് അതിന് ആസ്വദിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, അവർ ആ വേദിയിൽ അവതരിക്കുമ്പോൾ അപ്പുറത്ത് അത് കാണാൻ എത്തുന്ന യുവാക്കളുടെ ഒരു വലിയ കൂട്ടമാണ്. ഒരു കഥകളി പദം കേൾക്കാൻ അത് താല്പര്യമുള്ളവരെ അത് പോവുകയുള്ളൂ. വളരെ ചെറിയ ഒരു ഗ്രൂപ്പായിരിക്കും അത്. പക്ഷേ ഇതങ്ങനെയല്ല, വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുണ്ട്. അപ്പോൾ അത്രയും പോസിറ്റീവായ കാര്യം അവിടെ നടക്കുമ്പോൾ അതായിരുന്നു യഥാർത്ഥത്തിൽ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ ഇതിൽ നിന്ന് പിന്നാക്കാൻ പോവുകയാണ്. ഇത് സമൂഹത്തിൽ വലിയ സ്വീകാര്യത കിട്ടുന്നു എന്ന് വരുമ്പോൾ, വാർത്തയാകുന്നു എന്ന് കാണുമ്പോൾ എന്നാൽ അത് ആ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു വലിയ വിപ്ലവകരമായ തീരുമാനം ഇതാ ഞങ്ങൾ എടുക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുക. അത് കഴിഞ്ഞ് ഈ തരത്തിൽ ഈ പറയുന്ന എതിർപ്പുകൾ വരുമ്പോൾ പിന്നോട്ടോടുക. ഇതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് കുമാരനാശൻ്റെ കാലത്ത് തന്നെ കുമാരനാശന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നീട് മാറ്റിയിട്ടുണ്ട്. അത് എന്തായിരുന്നു കാര്യം? അതിലെ ഇതിവൃത്തം എന്താണ്? അതിൽ അന്തർജനമാണ് നായിക, അപ്പുറത്ത് നായകൻ ഒരു പുലയനാണ്. അപ്പോൾ ഇതാണ് ജാതീയത തന്നെയാണ് ആത്യന്തികമായ വിഷയം. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്നും ഇന്നും ഒക്കെ ഒരേ കാലത്ത് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തിയിരുന്ന ചർച്ചയുടെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കണ്ടാൽ മതി. കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു അതർ സ്റ്റോറി കൂടി അവിടെ നിൽക്കുന്നു എന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. ഇന്നലെ ജിമ്മി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, തിരുവനന്തപുരത്ത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒരു വാടക വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ ആലോചിക്കുകയാണ്, 25 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ട്, ഇന്നും ഇന്നലെയല്ല, 25 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് അത് സംഭവിക്കുന്നുണ്ടെന്നാണ്. അതിപ്പോൾ വല്ലാത്ത രീതിയിൽ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് ജാതീയത തന്നെയാണ്. ഇതൊരു BJP സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ പരാതിയിന്മേലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. പിന്നാക്കം പോയിരിക്കുന്നത് അതാണ്. അതിൽ ഡോക്ടർ MM ബഷീറിനെ പോലുള്ള ആളെ കൊണ്ട് ഇതിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അത് എങ്ങും തൊടാതെ വേദനിപ്പിക്കാതെ റിപ്പോർട്ട് നൽകുന്നു. അതങ്ങനെ പാഠഭാഗത്തിൽ നിന്ന് മാറ്റുന്നു. വേടനും ഗൗരിയും അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ സിലബസിന് പുറത്തുള്ള പാഠങ്ങളാണ്. അത് പൊതുസമൂഹം, യുവാക്കൾ അത് സ്വാംശീകരിച്ചിട്ട് അത് കഞ്ചാവിൻ്റെ കഥയല്ല. ഇനി ആ രൂപത്തിലൊരു കട്ടായിട്ട് പോകേണ്ട കാര്യമില്ല. അവർ പറയുന്ന രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനം. ആ രാഷ്ട്രീയം ഇവിടെ കേരളം സ്വീകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാക്കുന്നത്. Meet the editors.